പാസ്പോർട്ട് വിസ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യാജന്മാർക്കെതിരെ കരുതിയിരിക്കാനാണ് കുവൈത്തിലെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ വിസ അപേക്ഷകരെ വഞ്ചിക്കുന്ന രീതിയിൽ ചില തട്ടിപ്പ് വെബ്സൈറ്റുകൾ പണം ഈടാക്കുന്നുണ്ട്. വിസ അപേക്ഷ ഓൺലൈനായി പൂരിപ്പിക്കാമെന്നും ഇതിന് ഫീസ് വേണമെന്നും കാണിച്ചാണ് ഇന്ത്യൻ സർക്കാരിന്റെ സമാനമായ രീതിയിൽ ചില വെബ്സൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. indiavisas.com എന്ന വെബ്സൈറ്റ് ഇതിന് ഉദാഹരണമാണെന്നും എംബസി വ്യക്തമാക്കി. ഇന്ത്യൻ വിസ online.gov.in എന്ന വെബ്സൈറ്റ് മാത്രമാണ് ഇന്ത്യൻ വിസ അനുവദിക്കുന്നത്. ഈ സൈറ്റിനു പകരം മറ്റു വെബ്സൈറ്റുകളിൽ പോയി വഞ്ചിതരാകരുതെന്നും കുവൈത്തിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിസയ്ക്ക് ഓൺലൈനായി ഫീസ് സ്വീകരിക്കുന്നില്ല. ഷർക്കിലെയും ഫഹാഹിയിലെയും സെന്ററുകളിലാണ് വിസ ഫീസ് ഈടാക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ഇന്ത്യൻ എംബസിയിൽ നിന്ന് അപേക്ഷിച്ച ദിവസം തന്നെ വിസ നൽകാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യൻ എംബസിയുടെ വിസ വിഭാഗത്തെയോ ഫഹാഹിൽ കേന്ദ്രത്തിലെ മാനേജറെയോ ബന്ധപ്പെടണം. കഴിഞ്ഞ ഓഗസ്റ്റ് 3 മുതൽ പാസ്പോർട്ട് വിസ സേവനങ്ങൾ കോക്സ് ആൻഡ് കിങ്സ് ഗ്ലോബൽ സർവീസസിന് പുറംജോലി കരാറായി നൽകിയിരിക്കുകയാണ്. ഇവരുടെ ഷർക്ക്, ഫഹാഹിൽ, അബ്ബാസിയ കേന്ദ്രങ്ങളിലൂടെയാണ് സേവനം നൽകുന്നത്. ഈ കേന്ദ്രങ്ങൾക്ക് ചുറ്റുമായി നിലയുറപ്പിച്ചിരിക്കുന്ന ചിലർ സേവനങ്ങൾക്കായി കൂടുതൽ നിരക്ക് ഈടാക്കുന്നതായി ആക്ഷേപമുണ്ട്. ഷർക്കിലെയും ഫഹാഹിയിലെയും അബ്ബാസിയയിലെയും പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 8 മണി വരെയുമാണ് പ്രവർത്തിക്കുന്നത്. വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 4 മുതൽ രാത്രി 8 മണി വരെയും സേവനം ലഭ്യമാണെന്നും എംബസി അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 കുവൈത്ത്.